ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 31. അറിവ് വേദനിപ്പിക്കുമ്പോൾ. ജ്ഞാനബാഹുല്യത്തിൽ വ്യസനബാഹുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. സഭാപ്രസംഗി 1:18. ഗ്രാൻഡ് കാന്യനിലൂടെ 25 ദിവസത്തെ വഞ്ചിത്തുഴയലിനു ശേഷം സാക് എൽഡറും സുഹൃത്തുക്കളും കരയിലേക്ക് അടുപ്പിച്ചു. അവരുടെ റാഫ്റ്റുകൾ കൊണ്ടുപോകാൻ വന്നയാൾ അവരോട് COVID-19 വൈറസിനെ കുറിച്ച് പറഞ്ഞു. അയാൾ തമാശ പറയുകയാണെന്ന് അവർ കരുതി. എന്നാൽ അവർ മലയിടുക്കിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അവരുടെ ഫോണുകൾ ശബ്ദിച്ചു. മാതാപിതാക്കളുടെ അടിയന്തര സന്ദേശങ്ങളായിരുന്നു അവ. സാക്കും കൂട്ടരും സ്തംഭിച്ചു പോയി. നദിയിലേക്ക് മടങ്ങാനും ഇപ്പോൾ അറിഞ്ഞ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും അവർ ആഗ്രഹിച്ചു. വീണുപോയ ലോകത്തിൽ അറിവ് പലപ്പോഴും വേദനിപ്പിക്കുന്നതാണ്. സഭാപ്രസംഗിയിലെ ജ്ഞാനിയായ പ്രബോധകൻ ഇങ്ങനെ നിരീക്ഷിച്ചു: ജ്ഞാനബാഹുല്യത്തിൽ വ്യസനബാഹുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ഒരു കുട്ടിയുടെ ആനന്ദദായകമായ അറിവില്ലായ്മയിൽ ആരാണ് അസൂയപ്പെടാത്തത്? വംശീയത, അക്രമം, ക്യാൻസർ എന്നിവയെക്കുറിച്ച് അവൾക്ക് ഇതുവരെ അറിവില്ല. നാം വളർന്ന് നമ്മുടെ സ്വന്തം ദൗർബല്യങ്ങളും തിന്മകളും തിരിച്ചറിയുന്നതിന് മുമ്പ് നാം കൂടുതൽ സന്തുഷ്ടരായിരുന്നില്ലേ? നമ്മുടെ കുടുംബത്തിൻ്റെ രഹസ്യങ്ങൾ പഠിക്കുന്നതിനു മുമ്പ് എന്തുകൊണ്ടാണ് നമ്മുടെ അങ്കിൾ അമിതമായി മദ്യപിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടിയത് നാം കൂടുതൽ സന്തുഷ്ടരായിരുന്നില്ലേ? അറിവിൽ നിന്നുള്ള വേദന മാറ്റാനാവില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലെന്ന് നടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ സഹിച്ചു നിൽക്കാനും മുൻപോട്ടു പോകാനും നമ്മെ പ്രാപ്തരാക്കുന്ന ഉയർന്ന അറിവുണ്ട്. യേശു ദൈവവചനമാണ്. നമ്മുടെ ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ്. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. നിങ്ങളുടെ വേദനയാണ് യേശുവിൻ്റെ അടുത്തേക്ക് ഓടാനുള്ള കാരണം. അവൻ നിങ്ങളെ അറിയുകയും നിങ്ങൾക്കായി കരുതുകയും ചെയ്യുന്നു. ചിന്തിക്കുക, അറിയാതിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് എന്താണ്? അതിനെക്കുറിച്ച് യേശുവിനോട് പറയുക. എന്നിട്ട് അത് യേശുവിൻ്റെ പക്കൽ വിട്ടേക്കുക. അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോഴെല്ലാം അത് വീണ്ടും യേശുവിങ്കലേക്ക് കൊണ്ടുചെല്ലുക. ദൈവത്തിന് മഹത്വം.